നമസ്കാരം. ഇസ്ലാം എന്ന മതം വിട്ടുപോയവരെ ഇസ്ലാം അങ്ങനെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യുന്നത്, അവരുടെ പുറകെ നടന്ന് അവരെ ഇല്ലാതാക്കും എന്നുള്ളത് എക്സ് മുസ്ലിമായ ഡോക്ടർ ആരിഫ് ഹുസൈൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതവരുടെ രീതിയാണ്. അതായത് അവരിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ CPM അങ്ങനെയല്ലേ, അവരിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പുറകെ നടന്ന് ഉപദ്രവിച്ച് അവരെ തീർക്കും. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിയതൊക്കെ നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല. അതായത് അവരെ എന്ത് വേണമെങ്കിലും ചെയ്യും, അവരോട് പകവീട്ടും പ്രതികാരം ചെയ്യും, അവരെ ഇല്ലായ്മ ചെയ്യും. അതുതന്നെയാണ് ഇസ്ലാം എന്ന മതവും ചെയ്യുന്നത് എന്നാണ് ഇസ്ലാം വിട്ട് ഹിന്ദുമതം സ്വീകരിച്ച അലി അക്ബർ എന്ന പൂർവാശ്രമ നാമധാരിയായ രാമസിംഹൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് ഈ ഇസ്ലാമിൻ്റെ ഈ ഒരു രീതിയെക്കുറിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലടക്കം ചർച്ചകൾ ഉയരുന്നത്. നിങ്ങൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ചാലും ഇസ്ലാം നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന് രാമസിംഹൻ പറയുന്നു. അവർ നിങ്ങളുടെ പുറകിലുണ്ടാകും. തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ച് മാലിന്യം വലിച്ചെറിഞ്ഞ് മരണം കാണാൻ കൊതിച്ച് തഞ്ചം കിട്ടിയാൽ കൊല്ലാനും മടിക്കാതെ മരണം വരെ വേട്ടപ്പട്ടികളെപ്പോലെ വേട്ടയാടും ഇവർ പുറകെ നടന്ന്. തൊഴിൽ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താകും. നിങ്ങളുടെ മരണദിനത്തെ അവർ ആഘോഷ ദിനമാക്കും. ഇസ്ലാം വിടുക എന്നത് സാമൂഹിക ജീവിതത്തോട് വിട പറയുക എന്ന തീരുമാനത്തോടെ ആയിരിക്കണം. കാരണം ഇസ്ലാമിൽ മതം വിടുന്നവർക്ക് ഇഹത്തിൽ തന്നെ പരമാവധി ശിക്ഷ നടപ്പാക്കണം എന്നാണ് നിയമം. ഇസ്ലാം ഒരു സാധാരണ മതമല്ല എന്നത് തന്നെയാണ് കാരണം. ഭയപ്പെടുത്തി മരിക്കുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. വിമർശിക്കുന്നവരെ ഉമ്മയുടെ പൂവും മാതൃഭോഗിയുമെന്ന് വിളിക്കലും ആണ് അവർക്കേറെ പ്രിയങ്കരം. അവർക്ക് മതത്തിനപ്പുറം മാതാവും പിതാവും ഇല്ല, മാനവികതയുമില്ല. മതം വിട്ടവർക്കെന്ത് എന്നറിയണയിൽ എൻ്റെയും ആരിഫ് ഹുസൈൻ്റെയും തുടങ്ങി എക്സ് മുസ്ലിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതിയാകും എന്ന് രാമസിംഹൻ പറയുന്നു. ഈ കൊച്ചു കേരളത്തിലെ നിലവിലുള്ള ജിഹാദികളുടെ 90% ഐഡിയും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കാണാം. അതിലൂടെ ഇസ്ലാം അല്ലാത്ത സമൂഹം ഒന്ന് കടന്നുപോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ജീവിക്കുന്നത് എത്രമാത്രം ഭീകരതയ്ക്ക് നടുവിലാണ് എന്ന്. തീർച്ചയായും അവർ അവസരം കാത്തിരിക്കുകയാണ്. ഇത് VD സതീശൻ കാണില്ല, പിണറായി വിജയൻ കാണില്ല, എന്തിന് രാജ്യത്തെ നിയമവ്യവസ്ഥ പോലും കാണില്ല. അതാണ് മതഭീകരത. ഇങ്ങനെ കുറിക്കാൻ കഴിയാതെ പോയ രാമസിംഹന് വേണ്ടി ഇന്ന് കുറിക്കാൻ ഭാഗ്യം ലഭിച്ച രാമസിംഹൻ ഭയലേശമില്ലാതെ വാഴും അവസാന ശ്വാസം വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ സൈബർ അറ്റാക്കുകൾ, അതായത് സംഖ്യകളെ കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് സംഖ്യകൾ രാമസിംഹനെ സൂക്ഷിക്കുക തുടങ്ങിയ പോസ്റ്റുകളുമൊക്കെ ഇട്ടുകൊണ്ടൊക്കെയുള്ള ചില സർക്കസുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. അതേക്കുറിച്ചുള്ള രാമസിംഹൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് ഈ പോസ്റ്റ്. അതായത് പുറകെ നടന്ന് ആക്രമിച്ച് നശിപ്പിച്ച് അപമാനിച്ച് ഇല്ലാതെയാക്കും. ഒരാൾ ഇസ്ലാമിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോയാലും അല്ലെങ്കിൽ ഇസ്ലാം വിട്ടുപോയാലും മതമൊന്നുമില്ലാതെ ആരിഫ് ഹുസൈനെ പോലെ ജീവിച്ചാലും പുറകെ നടന്ന് ആക്രമിച്ച് ഇല്ലാതെയാക്കും. അതവരുടെ ഒരു രീതിയാണ്, അവരുടെ ഒരു നിയമസംഹിതയാണ്. ഇതിനെയാണ് സത്യം പറഞ്ഞാൽ തീവ്രവാദം, മതഭീകരവാദം എന്നൊക്കെ പറയുന്നത്. ഒരാൾ മതം വിട്ടുപോയി, അത് അയാളുടെ ഇഷ്ടം. അയാൾ എങ്ങനെ ജീവിക്കുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അയാളെ ഉപദ്രവിക്കുന്നതിനെ തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ അല്ലാതെ എന്ത് വിളിക്കാൻ സാധിക്കും എന്നുകൂടി ചോദിക്കുകയാണ് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ.